ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാരൽ DC സൈഡിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് മെയിൻ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അപ്ഡേറ്റ് എന്തുവാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതായത് നമ്മുടെ MCൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു ഏറ്റവും വലിയ ബാഡ് ന്യൂസ് തന്നെയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ MCയിൽ നമ്മുടെ ക്യാങ് എന്നുള്ള ക്യാരക്ടറായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ജോണത്തൻ മേജേഴ്സിനെ ഒഫീഷ്യലി നമ്മുടെ മാരൽ ഫയർ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സംഭവത്തിനകത്തോട്ട് നമ്മൾ പോകുന്നില്ല. അപ്പോൾ ഒഫീഷ്യലി നമ്മുടെ ക്യാങ് എന്നുള്ള ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന ജോണത്തൻ മേജേഴ്സിനെ നമ്മുടെ MCയിൽ ക്യാങ്ങായിട്ട് വരുത്തില്ല എന്നുള്ള കാര്യം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മാരലിൽ ക്യാങ് എന്നുള്ള ക്യാരക്ടറിനെ എടുത്ത് കളയാൻ അവർ ഇപ്പോഴും പ്ലാൻ ചെയ്തിട്ടില്ലെന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും. അതായത് ക്യാങ്ങിനെ മിക്കവാറും റീകാസ്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം ഈ ഒരു ക്യാരക്ടറിനെ ഇപ്പോഴേ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ക്യാരക്ടറിനെ വെച്ച് കാണിക്കാൻ പലതരം സ്റ്റോറി സംഭവങ്ങളൊക്കെ MCയിൽ ഇനി ഫ്യൂച്ചറിൽ കാണിക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംഭവം, അതായത് ഈ ക്യാങ് എന്നുള്ള ക്യാരക്ടറിനെ റീകാസ്റ്റ് ചെയ്യാനാണ് നല്ല സാധ്യത വരുന്നത്. അപ്പം ഗ്യാങ് ഡൈനസ്റ്റി എന്നുള്ളൊരു പടം ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും ക്യാങ്ങിന് മാരൽ ഒരിക്കലും എടുത്ത് കളയുന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അവഞ്ചേഴ്സ് ഗ്യാങ് ഡൈനസ്റ്റി എന്നുള്ളൊരു പടം എടുത്ത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ മറ്റൊരു അവഞ്ചേഴ്സ് മൂവിനെ വെച്ചിട്ട് അവർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് പല ന്യൂസിൽ കൂടെ മനസ്സിലാവുന്നത്. അപ്പം അത് ഏത് മൂവിയാണെന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും ഒരു കോമിക്കോൺ ഇവൻറ്റിലോ വെച്ചിട്ട് മിക്കവാറും ഇത് അനൗൺസ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അറിയാവുന്ന വേറൊരു കാര്യമാണ്, നമ്മുടെ ഗ്യാങ് ഡൈനസ്റ്റി എന്നുള്ള പടത്തിന് സീക്വലായിട്ട് വരേണ്ട ഒരു മൂവിയാണ് നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പടത്തിന് വന്നിട്ടുള്ള അപ്ഡേറ്റ് പ്രകാരം, അതായത് ഈ ഒരു ഗ്യാങ് ഡൈനസ്റ്റി ക്യാൻസൽ ചെയ്തതിൻ്റെ ഒറ്റ റീസൺ കൊണ്ട് നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നുള്ള മൂവിനെ 2 പാർട്ടായിട്ട് പിരിക്കാൻ പോകുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്. അതായത് ഇതിനു മുമ്പ് നമുക്കറിയായിരുന്നു, അതായത് എന്തായാലും സീക്രട്ട് വാർസ് എന്നുള്ള മൂവി ഒറ്റ ഒരു പടം കൊണ്ട് അവർക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് 2 പാർട്ടാകുമെന്ന് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഒരു അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് എന്നുള്ളൊരു മൂവിനെ ഒരു 5 മണിക്കൂർ ലെങ്ത്തുള്ളൊരു വലിയ മൂവിയായിട്ടാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ഒരു 2 ഇയർ ഗ്യാപ്പ് ഇൻ്റർവെല്ല് വരുന്ന രീതിയിലുള്ളൊരു വലിയ ബ്രേക്കും അവർ എൻ്റെ ഇടയിൽ കൊടുക്കാൻ പോകണമെന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു റൂമേഴ്സ് എന്നൊക്കെ പറയുന്നത്. അതായത് 3 മണിക്കൂറുള്ളൊരു ഫസ്റ്റ് പാർട്ടും അതേപോലെ തന്നെ ഒരു 3 മണിക്കൂറുള്ളൊരു സെക്കൻഡ് പാർട്ടും അങ്ങനെ ചേർത്തിട്ടൊരു ടോട്ടൽ 5-6 മണിക്കൂറുള്ളൊരു വലിയ ബിഗ് മൂവിയായിട്ടാണ് അവർ ചെയ്യാൻ പോകുന്നതെന്നാണ് നമുക്ക് പല റൂമേഴ്സിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവഞ്ചേഴ്സ് ഗ്യാങ് ഡൈനസ്റ്റി ക്യാൻസൽ ചെയ്തതുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അവർ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിൻ്റെ ഫസ്റ്റ് പാർട്ട് കൊണ്ടോ അല്ലെങ്കിൽ മിക്കവാറും ഏതെങ്കിലും ഒരു വലിയ മാർവൽ ഈവൻറ്റ് മൂവിയോ വെച്ചിട്ട് അവരത് ഫിക്സ് ചെയ്യാനുള്ള സാധ്യത നല്ലോണം കാണുന്നുണ്ട്. പക്ഷേ ക്യാങ് എന്നുള്ള ക്യാരക്ടറിനെ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ ജോണത്തൻ മേജേഴ്സ് എന്നുള്ളൊരു ആക്ടറിനെ മാത്രമാണ് അവരെടുത്ത് മാറ്റിയിട്ടുള്ളത്. പക്ഷേ ക്യാങ് ഇപ്പോഴും സ്റ്റിൽ MCയിൽ എക്സിസ്റ്റഡ് ആണ്. ഒരു പുതിയ റീകാസ്റ്റ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മറ്റൊരു മാർവൽ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ റയൻ ഗോസ്ലിംഗ് എന്നുള്ള ഒരു ആക്ടറിനെ. അപ്പം ഈ ഒരു ആക്ടറുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു റൂമറാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ മാർവൽ അല്ലെങ്കിൽ നമ്മുടെ കെവിൻ ഫൈഗി ഇപ്പം നമ്മുടെ റയൻ ഗോസ്ലിംഗുമായിട്ട് നമ്മുടെ മാർവലിൽ ജോയിൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ളൊരു ഡിസ്കഷനും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പം ജോണത്തൻ മേജേഴ്സിനെ എടുത്ത് ഫയർ ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്യാങ്ങായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് റയൻ ഗോസ്ലിംഗിനെ കാസ്റ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ സംസാരിക്കുന്നതെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എനിക്ക് തോന്നുന്ന ഒരു സീക്രട്ട് റോളിന് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഇവർ സംസാരിച്ചിട്ടുള്ളതെന്നാണ് പല ഇൻസൈഡേഴ്സും പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ നമ്മുടെ നോവ എന്നുള്ള ക്യാരക്ടറായിട്ട് വരാൻ നല്ലൊരു സാധ്യത കാണുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും ഫാൻ കാസ്റ്റിംഗ് പോലെ തന്നെ നമ്മുടെ ജോണി ബ്ലേസ് അഥവാ നമ്മുടെ ഗോസ്റ്റ് റൈഡർ എന്നുള്ള ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഈ റയൻ ഗോസ്ലിംഗ് എന്നുള്ള ആക്ടർ വന്നു കഴിഞ്ഞാൽ അത് കിഡിലൻ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അപ്പം ഏത് ക്യാരക്ടറായിട്ടാണ് വരാൻ പോകുന്നത്, അതേപോലെ തന്നെ മാർവൽ ഒഫീഷ്യലി ജോയിൻ ആയിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാലങ്ങളായിട്ട് കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. വേറൊന്നുമില്ല, നമ്മുടെ ബ്രൂസ് ബാനർ അല്ലെങ്കിൽ നമ്മുടെ ഹൾക്ക് എന്നുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ളൊരു സോളോ മൂവി. അപ്പം ഈ ഒരു പടം വരുന്നുണ്ട് എന്നൊക്കെ പല റൂമേഴ്സൊക്കെ നമുക്ക് കുറേ നാൾക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ഇൻസൈഡർ വഴി ഈ ഒരു സംഭവം ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. നമ്മുടെ ഡാനിയൽ RPK എന്നുള്ളൊരു ഇൻസൈഡറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഈ ഒരു ഇൻസൈഡർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒഫീഷ്യലി തന്നെ ആ ഒരു സംഭവം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് മാർവൽ ഇപ്പോൾ ഹൾക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സോളോ മൂവി ഇപ്പോൾ അവർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ ഇരുത്തിയിരിക്കുകയാണെന്നുള്ളൊരു സംഭവമാണ് ഇപ്പം പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അത് വേൾഡ് വാർ ഹൾക്ക് സ്റ്റോറി ലൈൻ ആണോ അതോ ഇനി വേറെ എന്തെങ്കിലും സ്റ്റോറി ലൈൻ ആണോ എന്നൊന്നും അറിയത്തില്ലെങ്കിലും ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു ക്ലൂ തന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനി അവഞ്ചർ ടൈപ്പ് മൂവി ആയിട്ടായിരിക്കും നമ്മുടെ ഹൾക്കിൻ്റെ ആ ഒരു സോളോ മൂവി വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം കോമിക്കിൽ സിവിൽ വാർ ഉണ്ടായത് എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. അപ്പം അതേപോലെ എന്തെങ്കിലും ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ട് ഒരു സിവിൽ വാർ ടൈപ്പിലുള്ളൊരു പടമാക്കി എടുക്കാനായിരിക്കും മിക്കവാറും സാധ്യത. എന്തായാലും അതൊരു നോർമൽ ഒരു സോളോ മൂവി ആയിട്ട് വരത്തില്ല, ഒരു ബിഗ് ബഡ്ജറ്റ് മൂവി ആയിട്ട് തന്നെയായിരിക്കും ഹൾക്കിൻ്റെ ആ ഒരു സോളോ മൂവി വരുന്നതെന്നാണ് ഇപ്പോൾ ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൾക്കിന് ഒരു സോളോ മൂവി വരുന്നുണ്ടെന്ന് ഇപ്പം 100% കൺഫേം ആയിട്ടുണ്ട്. അത് ഏത് വർഷമാണ് വരാൻ പോകുന്നതെന്നുള്ള കാര്യമൊന്നും നമുക്കിപ്പം അറിയാൻ പറ്റിയിട്ടില്ല. തീർച്ചയായിട്ടും മാർവൽ ഫ്യൂച്ചറിൽ അനൗൺസ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ മാർവൽ
മാർവലിൻ്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഫൈനലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് 2024 ജൂലൈ മാസം ഇറങ്ങാൻ പോകുന്ന നമ്മുടെ മാർവലിൻ്റെ ഒറ്റ മൂവിയാണ് നമ്മുടെ ഡെഡ്പൂൾ എന്ന് പറയുന്ന മൂവി. അപ്പം ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ടീസർ ട്രെയിലർ എന്ന് വരും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരു അപ്ഡേറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നെക്സ്റ്റ് ഇയർ നടക്കാൻ പോകുന്ന നമ്മുടെ സൂപ്പർ ബൗളിൻ്റെ അന്ന് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഡെഡ്പൂളിൻ്റെ ഫസ്റ്റ് ഒഫീഷ്യൽ ട്രെയിലർ റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് ഇപ്പോൾ പല ഇൻസൈഡേഴ്സും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നടക്കാനുള്ളൊരു നല്ല സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ഡെഡ്പൂളിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ കറൻലി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും അത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ട്. അപ്പം ടീസറും കാര്യങ്ങളൊക്കെ വരേണ്ട സമയം അടുത്ത് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ജനുവരി കഴിഞ്ഞ ഉടനെ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിൽ ഈ ഒരു ഫസ്റ്റ് ട്രെയിലർ വരുമെന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനലിൽ കൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആരൊക്കെ നമ്മുടെ ഡെഡ്പൂൾ 3 എന്നുള്ള മൂവിയുടെ ഒരു ഫസ്റ്റ് ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതൊരു ക്വസ്റ്റ്യനേ അല്ല, എല്ലാവരും നല്ല രീതിക്ക് ഹൈപ്പ് കൊടുത്തിരിക്കുന്ന ഒരു പടം തന്നെയാണ് ഈ ഒരു ഡെഡ്പൂളിൻ്റെ ഈ ഒരു പടം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ DC സൈഡിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം തന്നെയായിരിക്കും. നമ്മുടെ ആ കഴിഞ്ഞ ദിവസം അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്നുള്ള DCUവിൻ്റെ ലാസ്റ്റ് മൂവി കഴിഞ്ഞ ദിവസം റിലീസായിട്ടുണ്ട്. കണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഒരു അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കണ്ടതിന് ശേഷം കാണുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ റിവ്യൂവും കാര്യങ്ങൾ ഇടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ DC എക്സ്റ്റെൻഡ് യൂണിവേഴ്സ്, അതായത് നമ്മുടെ സ്നൈഡർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു കൺക്ലൂഷനും കാര്യങ്ങളും സംഭവിച്ച് തീർന്നിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കേണ്ട നമ്മുടെ ജെയിംസ് ഗൺ കിക്ക് ഓഫ് ചെയ്യാൻ പോകുന്ന പുതിയ DCU അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർമാൻ ലെഗസി തൊട്ട് വരാൻ പോകുന്ന ആ ഒരു പടമായിരിക്കും ഇനി നമ്മുടെ മെയിൻ DCU ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ആരൊക്കെ നമ്മുടെ പുതിയ DCക്ക് വേണ്ടി ഹൈപ്ഡ് ആണെന്നുള്ളൊരു കാര്യം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അതായത് നമ്മുടെ സൂപ്പർമാൻ ലെഗസി എന്നുള്ള മൂവിയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ തുരുതുര അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. നമ്മുടെ ജെയിംസ് ഗൺ അതിന് നല്ലൊരു ഫോക്കസ് നമ്മുടെ സൂപ്പർമാൻ ലെഗസി അല്ലെങ്കിൽ പുതിയ DCക്ക് വേണ്ടി നമ്മുടെ ജെയിംസ് ഗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പ്രോമിസിംഗ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സ് തന്നെയായിരിക്കും നമുക്ക് പുതിയതായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മുടെ DC സൈഡിൽ നിന്ന് വേറെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഓൾമോസ്റ്റ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മാർവൽ DC സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എനേബിൾ ചെയ്തിട്ടുണ്ടെന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.